നമസ്കാരം, സ്വാഗതം സകലമാന കേരളത്തിലേക്ക്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ട്രെയിൻ യാത്രക്കാർക്ക് നൽകുന്നത് പഴകിയ ഭക്ഷണം. കൊച്ചി കടവന്ത്രയിൽ തമിഴ്നാട് സ്വദേശിയുടെ കാറ്ററിംഗ് യൂണിറ്റ് അടച്ചുപൂട്ടി. ഭക്ഷണം തയ്യാറാക്കിയത് വൃത്തിഹീനമായ ഇടത്തിൽ. സ്ഥാപനം പ്രവർത്തിച്ചത് കോർപ്പറേഷന്റെ ലൈസൻസ് ഇല്ലാതെ. ആലപ്പുഴയിൽ കോളറ സ്ഥിരീകരിച്ചു. രോഗബാധ. തലവടി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ പരിശോധന. ആലപ്പുഴയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. ചേർത്തലയിൽ 70-കാരി അടക്കം 10ഓളം പേർക്ക് കടിയേറ്റു. ചെറുതനയിൽ 6 പേരെ കടിച്ച നായ്ക്ക് പേവിഷബാധയെന്ന സ്ഥിരീകരണം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ ലഹരിവേട്ട. ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം 40 കോടിയുടെ ലഹരി വസ്തുക്കളുമായി 3 സ്ത്രീകൾ പിടിയിൽ. അറസ്റ്റിലായത് തായ്ലൻഡിൽ നിന്നും എത്തിയ ചെന്നൈ സ്വദേശിനികൾ. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ ഭാര്യയെയും മകളെയും ആക്രമിച്ച കേസിൽ പ്രതി പിടിയിൽ. നൌഷാദിനെ കസ്റ്റഡിയിലെടുത്തത് വീട്ടിൽ നിന്ന്. നേരിട്ടത് ക്രൂരപീഡനമെന്ന് ഭാര്യ സജന. വീട് വിട്ടത് വാഹനത്തിന് മുന്നിൽ ചാടി ജീവനൊടുക്കാനെന്നും സജന. കോഴിക്കോട് സിറ്റി കനാൽ പദ്ധതി നിർമ്മാണം അടുത്ത വർഷം തുടങ്ങും. ബേപ്പൂർ തുറമുഖത്തിന്റെ ആഴം കൂട്ടാനുള്ള പഠനം പുരോഗമിക്കുന്നതായും മുഖ്യമന്ത്രി. വിശദമായി നോക്കാം ഓരോ വാർത്തകളും. കൊച്ചി കടവന്ത്രയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യാൻ തയ്യാറാക്കിയ ഭക്ഷണമാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പിടികൂടിയത്. തമിഴ്നാട് സ്വദേശിയുടെ കാറ്ററിംഗ് യൂണിറ്റിൽ നിന്നാണ് ഭക്ഷണം പിടിച്ചത്. സ്ഥാപനം അടച്ചുപൂട്ടി. സംഭവത്തിൽ പരിശോധന നടത്തുമെന്ന് റെയിൽവേ വ്യക്തമാക്കി. കടവന്ത്രയിൽ തമിഴ്നാട് സ്വദേശിയായ ആകാശ് എന്നയാൾ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഭക്ഷ്യവസ്തുക്കൾ പിടികൂടിയത്. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. 300 ചപ്പാത്തി, 20 കിലോ ദാൽ കറി, 15 ലിറ്റർ കടലക്കറി, 10 ലിറ്റർ കുറുമ, 300 പുഴങ്ങിയ മുട്ട, 10 കിലോ ചിക്കൻ കറി, 50 കിലോയോളം പഴകിയ കോഴിയിറച്ചി തുടങ്ങി പാകം ചെയ്തതുമല്ലാത്തതുമായ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് നഗരസഭ ആരോഗ്യ വിഭാഗം പിടികൂടിയത്. ഇതിക്ക് മുമ്പും പരാതി ഇവിടെ നിന്ന് ഈ മലിനജലം തോട്ടിലേക്ക് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ആ തോടിൻ്റെ കരയിൽ താമസിക്കുന്ന ആളുകളുടെ പരാതി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ പരിശോധന നടത്തുകയും മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് നോട്ടീസ് കൊടുക്കുകയും 10,000 രൂപ ഫൈൻ അടപ്പിക്കുകയും ചെയ്തിട്ടുള്ള സമയം അനുവദിച്ചു ഈ മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി. പക്ഷേ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. ഇത് ഒരേ പ്രാവശ്യം വരുമ്പോഴും ഇവിടെ പുതിയ മാനേജർമാരാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോർപ്പറേഷൻ ലൈസൻസിന് ഇവർ അപേക്ഷ സമർപ്പിക്കാത്തതുകൊണ്ട് ആരെ നടത്തുന്നതിലും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി കഴിഞ്ഞു. സാധനങ്ങളെല്ലാം പുറത്തോട്ട് മാറ്റുവാണ്. ഇപ്പോൾ തന്നെ അടച്ചു പൂട്ടും. വന്ദേ ഭാരതിൻ്റെ കുറേ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പരിശോധന കിട്ടിയിട്ടുണ്ട്. റെയിൽവേ ക്യാൻറ്റീൻ എന്നാണിത് പൊതുവെ അറിയപ്പെടുന്നത്. ദിവസേന 6 തവണ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാറുണ്ടെന്ന് കരാർ ഡ്രൈവറായ ഉദയകുമാർ പറഞ്ഞു. ரயில்வே ஸ்டேஷனில் தான் சார். ரயில்வேக்கு ஹோட்டல் இல்லை, ட்ரெயினுக்கு தான். ட்ரெயினில் ட்ரெயின் நேம் தெரியுது மேம் எனக்கு. வந்தே பாரத் മേൽഗാഡിന്ന് சொல்லுவாங்க. அதுக்கு ദുർഗന്ധം വമിക്കുന്ന വൃത്തിഹീനമായ ഇടത്തിലാണ് ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. സ്ഥാപനത്തിൽ നിന്ന് മലിനജലം പുറത്തേക്ക് അശാസ്ത്രീയമായി ഒഴുക്കിവിടുകയായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ നാട്ടുകാരുടെ പരാതിയിലാണ് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ സർട്ടിഫിക്കറ്റുകൾ സ്ഥാപനത്തിലുണ്ട്. എന്നാൽ ഇതെല്ലാം ആധികാരികമാണോ എന്ന് പരിശോധിച്ചു വരികയാണ്. കോർപ്പറേഷൻ ലൈസൻസ് ഇല്ലാത്തതിനാലാണ് ആരോഗ്യ വിഭാഗം ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ തലവടിയിൽ കോളറ സ്ഥിരീകരിച്ചു. തലവടി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നീരേറ്റുപുറം സ്വദേശി രഘുവിനാണ് കോളറ സ്ഥിരീകരിച്ചത്. നിലവിൽ രോഗി വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. പ്രത്യേക മെഡിക്കൽ ബോർഡ് ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ അടിയന്തര പരിശോധന തുടങ്ങി. ആലപ്പുഴയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. ചേർത്തലയിൽ 70-കാരി അടക്കം 10ഓളം പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. ആലപ്പുഴ ചെറുതനയിൽ 6 പേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തിരുവല്ല പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണമുണ്ടായത്. ക്യാൻസർ രോഗിക്കടക്കം നായയുടെ കടിയേറ്റിരുന്നു. ഞായറാഴ്ച രാത്രിയും ഇന്നലെയുമായാണ് ചെറുതന പുത്തൻതുരുത്തിൽ 6 പേർക്ക് നായയുടെ കടിയേൽക്കുന്നത്. രാത്രി 9:30-യോടെ പുത്തൻതുരുത്തിൽ പുന്നൂർപ്പറമ്പിൽ നസീമയുടെ മകൾ 12 വയസ്സുകാരി അൻസറയെയാണ് ആദ്യമായി നായ കടിച്ചത്. വീട്ടിൽ വളർത്തുന്ന നായക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനായി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം. തുടർന്ന് ഇതേ നായ തന്നെ ജോലിക്ക് പോകാനായി രാവിലെ 6 മണിയോടെ പുറത്തിറങ്ങിയ 5 പേരെ കൂടി കടിച്ചു.
നായ പിന്തുടരുന്നതിനിടയിൽ ഒരാൾക്ക് ബൈക്കിൽ നിന്ന് വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കടിച്ച നായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തിരുവല്ലയിലെ പക്ഷി ഗവേഷണ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിലാണ് നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത്. സമീപത്തെ വീടുകളിലെ ആട് ഉൾപ്പെടെ വളർത്തുമൃഗങ്ങളെയും നായ ആക്രമിച്ചിട്ടുണ്ട്. ഇതും ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തുന്നുണ്ട്. പരിക്കേറ്റ മുഴുവൻ ആളുകളും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി പ്രാഥമിക ചികിത്സ തേടുകയും പ്രതിരോധ കുത്തിവയ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായി ഭാര്യയെയും മകളെയും ആക്രമിച്ച കേസിൽ പ്രതി നൌഷാദ് അറസ്റ്റിൽ. കൊടുവാളെടുത്ത് വെട്ടാൻ ഓടിച്ചതിനെ തുടർന്ന് വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച അമ്പായത്തോട് സ്വദേശി സജുനെയും മകളെയും നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയായിരുന്നു മയക്കുമരുന്നിനടിമയായ നൌഷാദ് ഭാര്യയെയും മകളെയും അതിക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനം സഹിക്കാൻ കഴിയാതെ മകളുമായി പുറത്തേക്കോടിയ യുവതിയെ കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അർദ്ധരാത്രി വീട് വിട്ടോടി വാഹനത്തിന് മുന്നിൽ ചാടിയ യുവതിയെയും മകളെയും നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിലെത്തിച്ചത്. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ 8 വയസ്സുകാരി മകൾക്കും ഭർത്തൃമാതാവിനും പരിക്കേറ്റിരുന്നു. കയറി ഇങ്ങോട്ട് വരലു ഞാൻ കമന്ന് കിടക്കേനു. എൻ്റെ പുറത്തിങ്ങനെ മുട്ടുംകാല് വെച്ചിട്ട് ഇരുന്ന് തലമുടി വലിച്ച് പൊന്തിച്ചതാ. എൻ്റെ വല്യമ്മ അടുത്ത ഉമ്മയും വാപ്പേൻ്റെ മക്കളും കൂടി ആർത്തൂട്ട് ഉമ്മനെ പിടിച്ചുന്തിയിട്ട് ഉമ്മൻ്റെ കൈക്ക് മുറിയൊക്കെ പറ്റിക്ക് ചോരൊക്കെ വന്നീനു. വേണം മക്കൾക്കും മോളെ തല ഭിത്തിയിലിടിച്ചു പോയിട്ട് ഇന്നലെ അപ്പം അവിടെ കാണിച്ചത് ആശുപത്രി കാണിച്ച് പാരസെറ്റമോളൊക്കെ കുടിച്ചത്. അതിന് വയ്യാത്തല്ലേ നോക്കുന്നതിപ്പോൾ കൊണ്ടുവന്നാണല്ലോ. ഇതിന് മുന്നേ അങ്ങനെ സ്ഥിരമായിട്ട് ഒരാഴ്ച ഒക്കെ കുടിക്കാണ്, ഒരാഴ്ച വീട് കച്ചറ. നസ്ജയുടെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയെങ്കിലും ഒളിവിലായതിനാൽ കണ്ടെത്താനായില്ല. ഉച്ചതിരിഞ്ഞ് രഹസ്യമായി വീട്ടിലെത്തിയ നൌഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നൌഷാദ് ലഹരിക്കടിമയാണെന്നും നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെന്നും നാട്ടുകാർ പറഞ്ഞു. വർഷങ്ങളായി ഭർത്താവ് തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും ഇത്തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ന്യൂസ് 18 കോഴിക്കോട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം 40 കോടിയോളം വില വധിക്കുന്ന മയക്കുമരുന്നുമായി 3 സ്ത്രീകളാണ് പിടിയിലായത്. തായ്ലൻഡിൽ നിന്നും എത്തിയ ചെന്നൈ സ്വദേശിനി റാബിയത്ത് സൈദു സൈനുദ്ദീൻ, കോയമ്പത്തൂർ സ്വദേശിനി കവിത രാജേഷ് കുമാർ, തൃശൂർ സ്വദേശിനി സിമി ബാലകൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. 34 കിലോ ഹൈബ്രിഡ് കഞ്ചാവും കൂടാതെ തായ്ലൻഡ് നിർമ്മിത 15 കിലോയോളം തൂക്കം വരുന്ന ചോക്ലേറ്റ്, കേക്ക്, ക്രീം ബിസ്ക്കറ്റ് എന്നിവയിൽ കലർത്തിയ രാസലഹരിയുമാണ് പിടിച്ചത്. തായ്ലൻഡിൽ നിന്ന് കോലാലംപൂർ വഴിയാണ് ഇവർ കോഴിക്കോട് ഇറങ്ങിയത്. കോട്ടയം ഏറ്റുമാനൂരിൽ വീടിന് നേരെ ആക്രമണം. ഇന്ന് പുലർച്ചെ 5:15ഓടെയാണ് ഏറ്റുമാനൂർ സ്വദേശിനിയായ ഡോക്ടർ സിനി ജോർജിന്റെ വീട് ആക്രമിച്ചത്. വയനാട് സ്വദേശിയായ ജിൻസിനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുലർച്ചെ 5:30ഓടെ ഏറ്റുമാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വെട്ടൂർ റോഡിലെ വീട്ടിലാണ് അക്രമം നടന്നത്. അക്രമി വീട്ടുമുറ്റത്തേക്ക് കടന്ന ശേഷം ആദ്യം കാറിന്റെ ചില്ല് തകർത്തു. പിന്നാലെ ബഹളം വെച്ച് വീടിന്റെ ജനലുകളും വാതിലുകളും തകർത്തു. സംഭവം കേട്ട് ഞെട്ടിയുണർന്ന വീട്ടുകാർ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഏറ്റുമാനൂർ പോലീസ് എത്തി അക്രമിയെ കീഴടക്കി. വയനാട് സ്വദേശിയായ ജിൻസാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. വിദേശത്ത് നിന്ന് നാട്ടിൽ മടങ്ങിയെത്തിയ ഇയാൾ മദ്യത്തിനടിമയാണ്. മദ്യലഹരിയിലാണ് അക്രമം നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രതി പാന്റ് മാത്രം ധരിച്ചാണ് അക്രമം നടത്തുന്നതെന്നും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീട്ടുടമയായ സിനി ജോർജുമായോ മറ്റു വീട്ടുകാരുമായോ ഇയാൾക്ക് മുൻ പരിചയമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. കോഴിക്കോട് കുന്നമംഗലം കാരന്തൂർ പെട്രോൾ പമ്പിൽ മോഷണം. നയാരയുടെ പെട്രോൾ പമ്പിലാണ് മോഷണം നടന്നത്. പണവും ടാബ്ലറ്റും ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ടു. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. കൊല്ലം ചടയമംഗലത്ത് വീട്ടിൽ ഉണക്കാനിട്ടിരുന്ന 100ൽ പരം റബ്ബർ ഷീറ്റുകൾ മോഷ്ടിച്ചയാൾ പിടിയിൽ. എലിക്കുന്നാമുകൾ സ്വദേശി മുഹമ്മദ് റാസിയാണ് പിടിയിലായത്. ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. വീട്ടിൽ ഉണക്കാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകളാണ് ഇയാൾ മോഷ്ടിച്ചത്. കൊല്ലം
ചിതറയിൽ നിന്ന് കാണാതായ 15-കാരനെ കണ്ടെത്താനായില്ല. കാണാതായ അഭയ് നിലമേലെത്തുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. കുട്ടി നിലമേൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. തിരുവനന്തപുരം ഭാഗത്ത് പോലീസ് തെരച്ചിൽ ശക്തമാക്കി. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാതായ 3 കുട്ടികളെ തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷനിൽ കറങ്ങി നടക്കുന്നത് കണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പോലീസിൽ വിവരം അറിയിച്ചത്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന മൊഴി പോലീസ് വിശദമായി പരിശോധിക്കും. കഴിഞ്ഞ ദിവസം രാവിലെ 10 മുതൽ ഫോർട്ട് കൊച്ചി ലാസർ മാർക്കറ്റിന് സമീപത്ത് നിന്നാണ് കുട്ടികളെ കാണാതായത്. കാണാതായ 2 പേർ 10ാം ക്ലാസ്സിലും ഒരാൾ 7ാം ക്ലാസ്സിലുമാണ്. ഇവർ പോകാൻ സാധ്യതയുള്ള ബന്ധുവീടുകളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്ന് പുലർച്ചെ 3 മണിയോടെ റെയിൽവേ സ്റ്റേഷന് പുറത്ത് കുട്ടികൾ കറങ്ങിത്തിരിയുന്നത് കണ്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പോലീസിൽ വിവരം അറിയിച്ചത്. അവര് പറയുന്നത് എത്രത്തോളം സത്യമാണ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ അവർ പറയുന്നതാണ് ഇങ്ങനെ, അവരെ ഈ പറഞ്ഞ പോലെ ഗോഡൌണിൽ ഏതോ ഒരു ഗോഡൌൺ കൊണ്ട് പാർപ്പിച്ചു. തീരെ വിദ്യാഭ്യാസം കാണുന്നില്ല കുട്ടികളുടെ. ഒരു എന്ന് വെച്ചാൽ മലയാളം പോലും അറിയില്ല. അത് ഉദാഹരണത്തിന് ഇവരിപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ഓടി രക്ഷപ്പെട്ടു പറഞ്ഞാൽ ഏതെങ്കിലും ബോർഡ് വായിച്ചോ എന്ന് വെച്ചാൽ ബോർഡ് പോലും മലയാളത്തിൽ വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഫുട്ബോൾ കളിക്കാൻ കരിപ്പാലത്തെത്തിയപ്പോൾ തങ്ങളെ ചിലർ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാണ് കുട്ടികൾ പോലീസിന് നൽകിയ മൊഴി. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാണ് തമ്പാനൂരിൽ എത്തിയതെന്നും കുട്ടികൾ പറഞ്ഞു. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കൊയിലാണ്ടി കുറുവങ്ങാട് മരം മുറിക്കുന്നതിനിടയിൽ ദേഹത്ത് വീണ് വയോധികൻ മരിച്ചു. കുറുവങ്ങാട് വട്ടാൻകണ്ടി സ്വദേശി ബാലൻ നായരാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. വീട്ടിലെ പനമരം മുറിക്കുന്നതിനിടയിൽ താഴെ നിൽക്കുകയായിരുന്ന ഇദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടായത്. ഉടൻ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് വല്ലപ്പുഴയിൽ ഓട്ടോറിക്ഷയിൽ നിന്നും പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ചൂരക്കോടായിരുന്നു സംഭവം. സാങ്കേതിക തകരാറാണ് കാരണമെന്നാണ് നിഗമനം. പുക ഉയരുന്നത് കണ്ട ഉടനെ വാഹനം പാതയോരത്ത് നിർത്തി. പത്തനംതിട്ട തിരുവല്ല പുളിക്കീഴിൽ ബിവറേജ് ഔട്ട്ലെറ്റും വെയർഹൌസും കത്തി നശിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ബെവ്കോ CMD ഹർഷിത അട്ടല്ലൂരി. 10 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. ഇന്നലെ രാത്രിയാണ് ബെവ്കോയുടെ ഗോഡൌണും ഔട്ട്ലെറ്റും പൂർണ്ണമായും കത്തി നശിച്ചത്. ബെവ്കോ ഔട്ട്ലെറ്റുകളിലേക്ക് വിതരണത്തിനായി സൂക്ഷിച്ച 45,000 കേസ് മദ്യമാണ് അഗ്നിബാധയിൽ പൂർണ്ണമായി കത്തിനശിച്ചത്. 2 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 10 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് കണക്ക്. ബെവ്കോ CMD ഹർഷിത അട്ടല്ലൂരി കത്തിനശിച്ച ഔട്ട്ലെറ്റിലും വെയർഹൌസിലും സന്ദർശനം നടത്തി. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്നും സംസ്ഥാനത്തെ എല്ലാ ബെവ്കോ ഔട്ട്ലെറ്റുകളിലും ഫയർ ഓഡിറ്റ് നടത്തുമെന്നും ഹർഷിത അട്ടല്ലൂരി. ഞങ്ങളൊരു എൻക്വയറി നടത്തും. പക്ഷേ ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷനിലാണ്. SP ഒരു സ്ഥലത്തുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ട് പോലീസിനുണ്ടാവും. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇതിന്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആന്റണി MP. ഇത് ഒരു സ്വാഭാവികമായി ഉണ്ടായ അപകടമാണോ? കോടിക്കണക്കിന് രൂപയുടെ മദ്യം സ്റ്റോക്ക് ചെയ്യുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടി മുൻകൂർ ഇവിടെ പണം അടച്ച് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു അന്വേഷണം ഇവിടെ അനിവാര്യമാണ്. സംഭവത്തിൽ തിരുവല്ല പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ജവാൻ മദ്യനിർമ്മാണ കേന്ദ്രവും തീപിടിച്ച കെട്ടിടത്തിന് സമീപമാണ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് സിറ്റി കനാൽ പദ്ധതി നിർമ്മാണം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ജില്ലാ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബേപ്പൂർ തുറമുഖ വികസനവും സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിരവധി മേഖലകളിൽ നിന്നുള്ള പ്രമുഖരാണ് അവലോകന യോഗത്തിൽ പങ്കെടുത്തത്. കോഴിക്കോട് നഗരത്തിൽ 10 ഏക്കർ ഭൂമി കൂടി ഏറ്റെടുത്താവും സിറ്റി കനാൽ പദ്ധതി നടപ്പിലാക്കുക. 14 മീറ്റർ വീതിയിലാവും കനാൽ നിർമ്മാണം. 1118 കോടി മുതൽ മുടക്കിലുള്ള പദ്ധതി 3 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബേപ്പൂർ തുറമുഖത്തിന്റെ ആഴം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. 2016 അധികാരത്തിൽ വന്ന സർക്കാരിന്റെ
9 വർഷം പൂർത്തിയാകുന്നു. 10ാം വർഷത്തേക്ക് കടന്നു. ഈ കാലയളവ് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനായി. പിണറായി സർക്കാരിന് കീഴിൽ സമാനതകളില്ലാത്ത വികസന പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ 2016 മുതൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി LDF സർക്കാർ ഭരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ കോഴിക്കോട് ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ പരിഗണന നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തിവരുന്നത്. 2021 മെയ് 20 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷവും ഈ 4 വർഷക്കാലവും കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വളരെ നിസ്വാർത്ഥമായ ഇടപെടലാണ് തുടർ നടപടികളുമായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ VK രാമചന്ദ്രൻ, മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, MLA മാർ, തദ്ദേശഭരണ പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക വ്യാവസായിക രംഗത്തെ പ്രമുഖർ അടക്കമുള്ളവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്. പട്ടാമ്പിയിൽ എത്തുന്നവരെ പകിട്ടോടെ സ്വീകരിക്കുകയാണ് നഗരത്തിലെ ചുമരുകളും മതിലുകളും. തനത് കലാരൂപങ്ങൾ മുതൽ ബോധവൽക്കരണ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാൽ നയനമനോഹരമാണ് പട്ടാമ്പി നഗരം. മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി നഗരത്തെ ചുമർ ചിത്രങ്ങളാൽ മനോഹരമാക്കിയത്. പട്ടാമ്പി നഗരത്തിലെത്തുന്നവരെ മനോഹരമായ ചിത്രങ്ങളിലൂടെ സ്വീകരിക്കുകയാണ് പാതയോരങ്ങളിലെ മതിലുകളും ചുമരുകളും. പട്ടാമ്പി നഗരസഭയുടെ പകിട്ടോടെ പട്ടാമ്പി പദ്ധതിയുടെ ഭാഗമായാണ് നഗരത്തിൽ മനോഹര ചിത്രങ്ങൾ ആലേഖനം ചെയ്തത്. തനത് കലാരൂപങ്ങളും കൗതുക ചിത്രങ്ങൾക്കുമൊപ്പം മാലിന്യ സംസ്കരണത്തെയും ജലം, വായു തുടങ്ങിയവയുടെ സംരക്ഷണത്തെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ശുചീകരിച്ചുകൊണ്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പട്ടാമ്പിയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഒരു തനത് കലാരൂപങ്ങളും അതുപോലെ തന്നെ മനോഹരമായ ചുമര് ചിത്രങ്ങളും ഒക്കെ പട്ടാമ്പി നഗരത്തിലും സ്ഥാപിക്കാനും അതുവഴി പട്ടാമ്പിയെ നോക്കി കാണുമ്പോൾ വളരെ മനോഹരമായ രീതിയിലുള്ളൊരു പട്ടാമ്പി എന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ചുറ്റുമതിൽ, സർക്കാർ സ്ഥാപനങ്ങളുടെ മതിലുകൾ, ചുമരുകൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലാണ് കണ്ണിനു കാഴ്ചവിരുന്നൊരുക്കി മനോഹര ചിത്രങ്ങൾ സജ്ജമാക്കിയത്. ന്യൂസ് 18 പട്ടാമ്പി. കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണ് ഇടുക്കി പാമ്പാടുംപാറ പഞ്ചായത്തിലെ പത്തിനിപ്പാറ നിവാസികൾ. മേഖലയിലെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ ഉപയോഗശൂന്യമായതോടെയാണ് കുടിവെള്ള വിതരണം നിലച്ചത്. പദ്ധതിയുടെ ഭാഗമായുള്ള കുളം കാടുകയറി നാശത്തിന്റെ വക്കിലാണ്. പാമ്പാടുംപാറ പഞ്ചായത്തിലെ ഉൾനാടൻ ഗ്രാമീണ മേഖലയിലെ 100-ലധികം കുടുംബങ്ങൾക്ക് ആശ്രയമായ പദ്ധതിയാണ് സംരക്ഷണമില്ലാതെ നശിക്കുന്നത്. 2005-ൽ സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് കുളം നിർമ്മിച്ചത്. തുടർന്ന് പൈപ്പുകളും സ്ഥാപിച്ച് വീടുകളിലേക്ക് വെള്ളം എത്തിച്ചിരുന്നെങ്കിലും ഇരുമ്പ് പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിച്ചതോടെ ജലവിതരണം നിലച്ചു. നിലവിൽ കഴിഞ്ഞ 5 വർഷമായി പദ്ധതി ഉപയോഗത്തിലില്ല. 100 വീടിന് മേളിലായിട്ട് ആൾക്കാർക്ക് നല്ല രൂപത്തിൽ കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളമായിരുന്നത്. ഇപ്പൊ ഇത് ഈ മഴക്കാലത്ത് പോലും വെള്ളത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശത്തേക്ക് ആയിരുന്നു. ഒരു മെട്ടും പ്രദേശമാണ് പത്തിനിപ്പാറ എന്ന് പറഞ്ഞാൽ അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ഭയങ്കര ഉയർന്ന പ്രദേശമാണ്. അവിടെ വെള്ളം ഇപ്പൊ പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. മഴക്കാലത്ത് പോലും കുടിവെള്ളം കൃത്യമായി ലഭിക്കാത്ത മേഖലയാണ് ഇവിടം. മേഖലയിൽ മറ്റ് ശുദ്ധജല സ്രോതസ്സുകളുമില്ല. നാട്ടുകാർ നിലവിൽ ആഴ്ചതോറും 700-ലധികം രൂപ മുടക്കിയാണ് വെള്ളം വിലയ്ക്ക് വാങ്ങുന്നത്. നിലവിലുള്ള പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി കാര്യക്ഷമമാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ശുദ്ധജലത്തിനായി നെട്ടോട്ടം ഓടുകയാണ് കാസർഗോഡ് തളങ്കരയിലെ കുടുംബങ്ങൾ. ബദൽ സംവിധാനം തേടി അധികൃതരെ സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ലെന്നാണ് പരാതി. കൊപ്പലിലെ 15-ലധികം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. കഠിനമായ ചൂട് കൂടിയായതോടെ ഇവർ വലിയ പ്രയാസമാണ് നേരിടുന്നത്. കുടിക്കാനും കുളിക്കാനും അലക്കാനും ഒന്നും വെള്ളമില്ല.
പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണിത്. ഇവിടേക്ക് കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചുവെങ്കിലും ജലവിതരണം കാര്യക്ഷമമല്ല. വെള്ളം പോകുന്നു, അപ്പോൾ കംപ്ലീറ്റ് ഒരു ഇതായിട്ടാകുമ്പോൾ പൈപ്പ് പൊട്ടി പോകുന്നു. പിന്നെ അത് തിരിഞ്ഞു നോക്കുന്നില്ല. ഉപ്പുവെള്ളം പോയാൽ കിണറ്റിൽ വെള്ളം ഏത് കുടിക്കാൻ പറ്റുന്നില്ല. ഇതിന് ഉപ്പ് പ്രശ്നമുണ്ട്. പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നതും ശുദ്ധജല സ്രോതസ് ഇല്ലാത്തതും വലിയ പ്രതിസന്ധിയാണ്. കിലോമീറ്റർ അകലെ നിന്നാണ് ഇപ്പോൾ കുടിവെള്ളം എത്തിക്കുന്നത്, അതും വലിയ വില നൽകി. குடிவெள்ளம் கிட்டாதாயதோட பலரும் தாൽக்காலிகமாய் தாமசம் மாறி தண்ணி வசதிக்கு ஏற்பாடு பண்ணிட்டாங்க. நாங்கள் 18 வருஷமா இங்கே தான் இருக்கோமே. சுத்தமாக தண்ணி இல்லை, பழுப்புலேயும் தண்ணி இல்லை, கிணத்துலேயும் தண்ணி இல்லை. இப்போ வெயில் டைம் வரைய ரொம்ப கஷ்டமாக இருக்குது தண்ணி எடுக்க. வேலைக்கு போயிட்டு வந்தால் கூட தூரமாக போயிட்டு தண்ணி எடுக்கிறதா இருக்குது. தண்ணி கொஞ்சம் ஏற்பாடு பண்ணிட்டாங்க. കുടിവെള്ളം എത്തിക്കാത്ത അധികാരികളുടെ അവഗണനയിൽ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 കാസർഗോഡ്. വേനലിൽ കുടിവെള്ളമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ് പാലക്കാട് ആനക്കര മേലൊഴിയം പ്രദേശവാസികൾ. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ലക്ഷങ്ങൾ ചെലവിട്ട് ടാങ്കുകൾ സ്ഥാപിച്ചെങ്കിലും ഇതുവരെ പ്രയോജനമുണ്ടായില്ലെന്നാണ് ആക്ഷേപം. പാലക്കാട് ആനക്കരയിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നത്. നിലവിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് വെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറിയിലൂടെ ജലവിതരണം നടത്തുന്നുണ്ട് എങ്കിലും ആവശ്യമായ വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നെല്ലിക്കുന്നിലെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ ചിലവിട്ട് 5000 ലിറ്ററിന്റെ 2 ടാങ്കുകൾ വീതമാണ് സ്ഥാപിച്ചത്. എന്നാൽ ഇവ ഉപയോഗപ്രദമല്ല. 100-ൽ പരം കുടുംബങ്ങളാണ് ഇവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ സംസാരിക്കുന്നത് എന്താ വെച്ചാൽ 100-100ന്റെ മുകളിൽ നമുക്കിവിടെ താമസമായിട്ട് കുറേ വീടുകളുണ്ട്. അവർക്കൊന്നും വെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതിയിൽ ധാരാളം കുടിവെള്ള കണക്ഷനുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും കുന്നിൻ പ്രദേശമായതിനാൽ എല്ലായിടത്തും വെള്ളം എത്തുന്നുമില്ല. വീടുകളിൽ ടാപ്പ് തുറന്നാൽ മിക്ക സമയത്തും കാറ്റു മാത്രമാണ് വരുന്നതെന്നാണ് വീട്ടമ്മമാർ പറയുന്നത്. ആദ്യം പിന്നെ കുറേശ്ശെ 2 ബക്കറ്റ് 3 ബക്കറ്റ് ഇടണം. പിന്നെ ഞങ്ങൾക്ക് വെള്ളമില്ല. പിന്നെ ഏത് പാടൊക്കെ വെള്ളം പിന്നെ ഞങ്ങളിപ്പോൾ ഇത് എത്ര നേരം ഉറക്കൊഴിച്ചിരിക്കുക. അവിടെയൊക്കെ വെള്ളം പോകുന്ന കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ തുറന്നാലും ഞങ്ങൾക്ക് കാറ്റ് വെക്കാം. കാറ്റുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമില്ലല്ലോ. എന്നാൽ ഞങ്ങൾക്ക് അത് ഉണ്ടായിരുന്നു, അതുമില്ല. പിന്നെ ഇപ്പം എന്താ, പിന്നെ വണ്ടിമേളം വരും. അവിടെയൊക്കെ എപ്പോഴും ഞാൻ വരും. ഞങ്ങൾക്ക് ഇങ്ങോട്ട് എപ്പോഴും എത്തില്ല. ഞങ്ങളിപ്പോൾ അതിലും നല്ല ഞങ്ങൾക്ക് കിണറ്റിൽ നിന്ന് ഏറ്റി കൊടുന്നൂടെ. ഈ വണ്ടിമേളം എപ്പോഴെങ്കിലും ആ കാറ്റ് വന്നിട്ട് ഏറ്റി കൊടുക്കുന്നു. നിലവിൽ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ക്വാറിയിൽ നിന്ന് കുടുംബങ്ങൾ സ്വന്തം ചെലവിൽ മോട്ടോർ സ്ഥാപിച്ച് വെള്ളം എടുക്കുകയാണ് ചെയ്യുന്നത്. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി പാലക്കാട് നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള ശ്രദ്ധേയമായി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ തൊഴിൽ മേള അടക്കം നടന്നു. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മൈതാനിലായിരുന്നു മേള. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷനായി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ തൊഴിൽ മേള, വനിതാ ശിശു വികസന വകുപ്പിന്റെ സൗജന്യ കൌൺസിലിംഗ്, പോലീസ് ഡോഗ് ഷോ എന്നിവയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കൈമാറ്റച്ചന്ത, ഫിഷ് സ്പാ, AI പ്രദർശന ക്ലാസുകൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി. പാലക്കാടൻ രുചി വൈഭവങ്ങളോടുകൂടിയ ഫുഡ് കോർട്ട്, സൗജന്യ കുതിരസവാരി, അക്ഷയ സ്റ്റാൾ, പുഷ്പമേള, താരതമ്യേന വിലക്കുറവിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം തുടങ്ങിയവയും ഒരുക്കി. ഇതിനു പുറമെ പൊതുജനങ്ങൾക്ക് പാട്ടുപാടാൻ അവസരം നൽകുന്ന സിംഗിംഗ് പോയിന്റും പൊതുജനങ്ങളുടെ രേഖാചിത്രം സൗജന്യമായി വരക്കാൻ കലാകാരനും മേളയിലുണ്ടായിരുന്നു. പ്രശസ്ത പിന്നണി ഗായികയും നടിയുമായ സുനിത നെടുങ്ങാടിയും സംഘവും അവതരിപ്പിച്ച ഉറുദു, ഹിന്ദി, മലയാളം ഗസൽ നിശയും, നാടൻപാട്ട് കലാകാരൻ ജനാർദ്ദനൻ പുതുശ്ശേരിയും സംഘവും ഗ്രാമചന്തം എന്ന പേരിൽ അവതരിപ്പിച്ച നാടൻ കലകളും മേളയുടെ മാറ്റുകൂട്ടി. വ്യവസായ വകുപ്പ് സംരംഭകർക്കായി ഹെൽപ്പ് ലൈൻ സെന്ററും കൈത്തറി, കരകൗശലം, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും മേളയിലുണ്ടായിരുന്നു. തോൽപ്പാവക്കൂത്ത്, ഏകപാത്ര നാടകം, കന്യാർകളി, വയലിൻ ഫ്യൂഷൻ, പൊറോട്ട് നാടകം, ഭിന്നശേഷി കലാകാരന്മാരുടെ നൃത്തങ്ങൾ, കോമഡി ഷോ, നാടകം, ടാറന ബാൻഡിന്റെ ഫ്യൂഷൻ സംഗീതം, സ്വരലയ ഓർക്കസ്ട്രയുടെ സംഗീത മെഗാ ഷോ, ഭരതനാട്യം, ഇരുള നൃത്തം, പൊറോട്ട് കള, മോഹിനിയാട്ടം, കച്ചേരി തുടങ്ങിയവയും നടന്നു. 250ഓളം സ്റ്റാളുകളാണ് മേളയുടെ ഭാഗമായി സജ്ജമാക്കിയത്. കുതിരസവാരിയും ആയോധന കലയും ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഫേസ് പെയിന്റിംഗും ഒരുക്കിയിരുന്നു. പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റാളിന് പുറത്ത്
രക്ഷാപ്രവർത്തന രീതിയും അവതരിപ്പിച്ചു. പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റാളിന് പുറത്ത് ടൈർ റോളിൻ ട്രാവേഴ്സ് എന്ന രക്ഷാപ്രവർത്തന രീതിയും അവതരിപ്പിച്ചു. ന്യൂസ് 18 പാലക്കാട്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,805 രൂപ, പവന് 70,440 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,255 രൂപ, പവന് 58,040 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോഗ്രാമിന് 1,08,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്നു സകലമാന കേരളം. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. മഞ്ജുഷ് ഗോപാൽജി, നമസ്കാരം. എല്ലാം കഴിഞ്ഞു മാം. ഈ സ്പേസ് ഷിപ്പിൽ 6 എയർ ബാഗ്സ് ഉണ്ട്. അനുഭവിക്കൂ ഈ ലോകത്തിന് പുറത്തുള്ളൊരിടം. മാരുതി സുസുക്കി വാഗനാറിനൊപ്പം സ്പേസ് ഫോർ ലൈഫ്.